ഇപ്പോൾ വായ കാണാം, എന്നാ വലിയ വായ. മച്ചാന്മാരെ, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സൂ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ അവിടുത്തെ ഒരു ഇലക്ട്രിക് ബസ്സിൽ കയറിയിരിക്കുകയാണ്. തിരുവനന്തപുരം സൂ ലക്ഷ്യമാക്കി പോവുകയാണ്. തിരുവനന്തപുരം സൂവിനെക്കുറിച്ച് പറയുവാണ് 1857 സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ചൊരു മനോഹരമായൊരു സൂ ആണ് തിരുവനന്തപുരം സൂ. ഇത് ഏഷ്യയിലെ തന്നെ എണ്ണപ്പെട്ട സൂകളിൽ പെടുന്നൊരു സൂ ആണ് തിരുവനന്തപുരം സൂ. വളരെ മനോഹരമായൊരു സൂ ആണ് തിരുവനന്തപുരം സൂ. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, റോഡൊക്കെ കണ്ടില്ലേ. കേരളത്തിൽ ഇത്രയും മനോഹരമായൊരു സിറ്റി ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരം തന്നെയാണ്. അതിൽ വേറൊരു ഇതുമില്ല. തിരുവനന്തപുരത്തിൻ്റെ അത്രയും ഭംഗിയുള്ളൊരു സിറ്റി വേറൊരു ഇതാണ് ചന്ദ്രനായർ സ്റ്റേഡിയം. പോകുന്ന വഴിക്കെല്ലാം തിരുവനന്തപുരം സിറ്റി നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും വരാൻ വേണ്ടി നമ്മളെ എന്തൊരു കാന്തിക ആകർഷണം പോലെയാണ് തിരുവനന്തപുരം സിറ്റി കാണുമ്പോൾ. ഇവിടെ എല്ലാം ഏതാണ്ടൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നിയമസഭ. ഇവിടെയാണ് നമ്മുടെ അടികളും ഇടികളൊക്കെ നടക്കുന്ന നിയമസഭ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് കാണാം. അങ്ങനെ ബസ് മെല്ലെ പോവുകയാണ്. അടിപൊളിയാണ്. തിരുവനന്തപുരത്തിൻ്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. ഇതിനൊരു എൻട്രി ഫീസ് ഉണ്ട്. അതായത് മുതിർന്നവർക്ക് 20 രൂപയും പിള്ളേർക്ക് 5 രൂപയാണ്. അതായത് 12 വയസ്സ് താഴെയുള്ള പിള്ളേർക്കാണ് 5 രൂപ വരുന്നത്. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്. തിങ്കളാഴ്ച ദിവസം സൂ അവധിയാണ്. അത് കാരണം മാക്സിമം തിങ്കളാഴ്ച വരാതിരിക്കാൻ നോക്കണം. കണ്ടില്ലേ, ഈ പോകുന്ന വഴിക്കെല്ലാം ഈ ബിൽഡിംഗ് കണ്ടില്ലേ, പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണിത ബിൽഡിങ്ങാണ്. എന്നാ ഭംഗിയാണെന്ന് നോക്കിയേ. അടിപൊളി ഒരു പ്ലാൻഡ് സിറ്റി എന്നാണ് പറയാം തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ആ റോഡൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പണ്ടേ ഇങ്ങനെയുള്ള ഒരു സിറ്റിയാണ് തിരുവനന്തപുരം സിറ്റി. അടിപൊളി ഇതൊരു ഇലക്ട്രിക് ബസ്സാണ്. ഒരുപാട് സമരങ്ങൾക്ക് വേദിയാകുന്ന സെക്രട്ടേറിയറ്റാണ് ഈ കാണുന്നത്. സെക്രട്ടേറിയറ്റ് ഇവിടെയൊക്കെ ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. ഭയങ്കര സെക്യൂരിറ്റി ഉള്ളൊരു സെറ്റപ്പാണ് ഇവിടെ. ഉള്ളിൽ കയറാനൊക്കെ ഭയങ്കര സെക്യൂരിറ്റി പാസ്സൊക്കെ വേണം, എന്നാൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അടിപൊളിയാണ്. എന്നാലും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം. ഇതുണ്ടല്ലേ, അടിപൊളി. ആ സിഗ്നലൊക്കെ കണ്ടു എന്നെ ഭംഗിയെന്നറിയാം. ഒരു വിദേശ രാജ്യത്ത് നിന്ന പോലെയാണ് തിരുവനന്തപുരം സിറ്റി കാണുമ്പോൾ തോന്നുന്നത്. ഇവിടെ ചിലവർക്ക് ലോക്കലാണ് ഇഷ്ടം. ഈ ക്യാമറയിലൊന്നും കിട്ടുന്നില്ല, ക്ലാരിറ്റി ഇല്ല. ക്യാമറ എടുക്കണം, ആപ്പിൾ എടുക്കേണ്ടി വരും. നീ ടാഗ് കിട്ടാൻ പോരായിരുന്നോ പോലീസ്? ഇപ്പോൾ വാ കാണാം, എന്നാ വലിയ വായ. സാമ്പാർ ഡിയർ. വണ്ടി